കീശയിലിടാൻ പറയുന്നത് കണ്ടോ? കീശയിലിടാൻ പറയുന്നത് കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം ദീനിന്റെ പ്രവർത്തകരാണോ ഇവർ? എന്നിട്ടോ അത് ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. അയാൾ നാലാപുരത്ത് വരുമ്പോ 2 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ നേർച്ചെടുത്താറുണ്ടായിരുന്നു സിറാജുൽ ഹുദ. അല്ലെങ്കിൽ 7 വരുത്ത അയാൾ വന്ന് ഇപ്പൊ 7 ലക്ഷം റുപ്യ കിട്ടുന്നുണ്ട്. 7 ലക്ഷം റുപ്യ ഇപ്പൊ അള്ളാഹുവിന്റെ തൊപ്പിക്കൊണ്ട് നേർച്ച കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? ഒന്നുങ്ങളെ കേട്ടോളെ, അയാൾ മാത്രമല്ല എല്ലാ മൗലവിമാരും. ഒരു മൗലവി അത് എടുത്ത് കാണിക്കുന്നത്, എന്റെ ഫോട്ടോ അടക്കം വെച്ച് കാണിക്കുന്നതുകൊണ്ട് കാണിച്ചു കൊടുത്താ മോനെ. എന്നിട്ട് അയാൾ പറയാണ് പിരിവെടുക്കുന്ന സമ്പ്രദായം റസൂലുള്ളാഹിക്കില്ല. അതുകൂടി കേട്ടോളൂ, എനിക്ക് ആ പിരിവെടുക്കുന്ന ആർക്കല്ലെന്ന് പറഞ്ഞാണ് എന്ന് വെച്ചു. ഓരോ സ്ഥാപനങ്ങളുടെ പേരിലും മുസ്ലിയാക്കന്മാര് സാധാരണ ജനങ്ങളെ വയല് പറഞ്ഞ് പല കറാമത്തും പറഞ്ഞിട്ട് പണം പിരിക്കാൻ നമ്മളെ പിരിക്കൽ വിദഗ്ധൻ പേരോട് അല്ലെ സിറാജുൽ ഹുദ എന്ന അയാളുടെ സ്ഥാപനത്തിന്റെ കറാമത്ത് കഥകളെ കുറിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് പല കറാമത്തുമാണ് അവിടെ. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുന്നു, പിന്നെ പോയ ഭർത്താവ് തിരിച്ചു, ഓരോ കഥകളാണ്. ആ കഥകൾ പറഞ്ഞിട്ട് 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും പിരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന സാലത്തൂർ അബൂബക്കർ വൈസി പറഞ്ഞ് കാസർഗോഡ് ഭാഗത്തൊക്കെ പിരിച്ച് എവിടുന്ന് വെച്ച ചാക്കിലിട്ടിട്ട് കെട്ടിക്കൊണ്ടല്ല. ഇത് എത്ര ഉണ്ട് എണ്ണീറ്റ് ആ നാട്ടുകാർക്ക് ഒരു റെസീറ്റ് എങ്കിലും കൊടുക്കുക. എത്ര ഇവിടുന്ന് പിരിച്ചു, ആർക്കാ ചോദിക്കാൻ ധൈര്യം? എവിടുക്കാ കൊണ്ടുപോണത്? കണക്കിലുണ്ടോ? ആരാ ചോദിക്കണോ? എന്താ അതൻ കൊടുക്കും. അല്ലെങ്കിൽ അവന് വേണ്ട മാതിരി അവനെ കൈകാര്യം ചെയ്യും. അതായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യം കിട്ടുമോ? അപ്പൊ സുഹൃത്തുക്കളെ, വമ്പിച്ച പിരിവ് വിദഗ്ധന്മാരാണ്. പേരോട് തന്നെ ഒരു സ്ഥലത്ത് നടത്തുന്ന പിരിവിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. എന്തിനാണ് ഈ പൗരോഹിത്യം ഞങ്ങളെ എതിർക്കുന്നത്? ഈ വരുമാനമൊക്കെ ഞങ്ങളെ കൊണ്ട് നിന്നുപോകുമോ എന്ന് മുസ്ലിയാക്കന്മാർ ഭയപ്പെടുകയാണ്. അതാണ് പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ ജിന്നിനെയും ശൈത്താനെയും മടവൂരിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പിരിവിന്റെ രംഗങ്ങളൊന്ന് കണ്ടോളി. എന്റെ ഇടത് ഭാഗത്തോട് വരിക, നല്ല വന്നിട്ട് പോവാ. എന്റെ ഇടത് ഭാഗം ഇതിനെ വരിക. സർവ്വ തട്ടിപ്പുകളും ഞങ്ങൾ ജനങ്ങൾ സമക്ഷം കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളെ ഞങ്ങളെ വിചാരണ ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ സാധാരണക്കാരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയൂല. എന്നിട്ടാ ഞങ്ങളെ മുമ്പില് അപ്പോ സാധാരണക്കാർ പോലും കുബൂരി പണ്ഡിതന്മാരെ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങളുടെ പേരിൽ മതനവീകരണം ആരോപിച്ച് വിചാരണ ചെയ്യാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പിരിവർത്തിയിട്ടുണ്ടോ? അവസാനത്തെ ചോദ്യം, അള്ളാന്റെ റസൂൽ ഇങ്ങനെ പിരിവ് നടത്തിയിട്ടുണ്ടോ? നാം ഒരു ചോദ്യം. പരിശുദ്ധ ഖുർആൻ അന്നേ പറഞ്ഞത് ലാ ഖൈറ ഫീ കബീരിൻ മിൻ നജ്വാഹും, അവരുടെ സംസാരങ്ങളിൽ പലതിലും ഖൈറില്ല നബിയെ. ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നവരുടെ സംസാരം ഖൈറായ സംസാരമാണ്. ഞങ്ങൾക്ക് തെളിവ് ഖുർആനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവെടുത്ത ഹദീസ് ബുഖാരിയിൽ എത്രയുണ്ട് മൗലവിമാരെ? അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് വയത് പറഞ്ഞു കൊടുത്തിട്ട് സ്ത്രീകളെ കഴുത്തിൽ നിന്നും കാതിൽ നിന്നുമൊക്കെ പൊന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തുണിയിലേക്ക് ഇട്ടുകൊടുത്തത് ബുഖാരിയിലില്ലേ? അതുപോലെ ഹദീസിന്റെ കിതാബിലില്ലേ? എന്നിട്ടോ അതാ പാവപ്പെട്ട യതീം മക്കള്, ആയിരക്കണക്കിന് യതീം മക്കള്, ഖലീൽ തങ്ങൾക്ക് കണ്ണിനും കാതിനും കാഴ്ചയും കേൾവിയുമില്ലാത്ത മക്കള് എന്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം. സിറാജുൽ ഹുദയിൽ അതാ ഹരിയാനയിലുള്ള ചേരി പ്രദേശത്തുള്ള വളരെ പാവപ്പെട്ട മക്കള്, അതുപോലെയുള്ള സാധുക്കള് മർക്കസിലും സൈദിയയിലും കാണാം, മഖറിൽ കാണാം, മൈദിനിൽ കാണാം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുമ്പോ സിറാജുൽ ഹുദ ഒരു ചെറിയ സംരംഭമാണെങ്കിൽ 8000 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലായി പഠിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞങ്ങൾ സ്ഥാപനം നടത്തുമ്പോ അതിന്റെ പണം മുടക്കാൻ വേണ്ടി മൗലവിമാര് ചെയ്യുന്ന ഏർപ്പാടാണ്. പക്ഷേ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങളെ വിശ്വാസം അല്ലാഹുവിലാണ്. നിങ്ങളെ കൊണ്ടത് മുടക്കാൻ കഴിയുന്ന കാര്യമല്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ? ഇരിക്കട്ടെ സഹോദരന്മാരെ, മൗലവിമാർ എന്താണ് അവരുടെ വിഷമം? സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പണ്ഡിതന്മാരും പ്രവർത്തകരും സ്ഥാപനത്തിന് പിരിവെടുക്കുമ്പോ ഇനി ഖലീൽ തങ്ങളെ പറ്റി വേറൊരു മൗലവി പറയുന്നത് കേട്ടോ. ഞാനൊരു രസം കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഖലീൽ തങ്ങളെ പറ്റി പറയുന്നത് ചങ്ങലക്കിടണം. ചെങ്ങായിമാരെ, ഇവർ നിങ്ങളോടൊന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രതിഫലമാകുന്നില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യ സമുദായത്തിൽ ബഹുഭൂരിപക്ഷം നരകത്തോടെ. ഈ മൗലവിന്റെ കഥ, ഈ മൗലവിമാരെ കഥ അറിയണല്ലോ. ഈ മൗലവി പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നത് കേട്ടോളി, കണ്ടോളി. പിരിവെടുക്കൽ റസൂലുള്ളാഹിക്ക് സമ്പ്രദായം ഇല്ലാന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പള്ളിയുടെ ഉള്ളിൽ നിന്ന് പിരിവെടുക്കുന്നത് കണ്ടോളി. ചോദിച്ചോടുത്തവനെ അയാൾ പറയുന്ന വാക്ക് കേട്ടോളി. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഫണ്ടിലേക്ക് നല്ലൊരു തുക ദാനം ചെയ്യാം. അപ്പോ മൗലവിമാർ സ്വർഗം വെക്കുകയാണ്. നമ്മളെല്ലാം പിരിവ് തരണമെന്ന് പറയലേ ഉള്ളൂ. ഇവര് സ്വർണം വേണമോ സ്വർഗം വേണമോ? കാരണം സ്വർഗത്തിന്റെ താക്കോല് മൗലവിന്റെ കയ്യിലല്ലേ. സ്വർഗം വേണമോ സ്വർണം വേണമോ? ഇത് എത്ര? 10 രൂപ 5 രൂപ എന്നല്ല, 5 പവന് 10 പവനൊക്കെ ബക്കറ്റിലിടുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൗലവി പറയുന്നത് അതൊക്കെ ചെറിയ സംഖ്യയാണ്. വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് പോയിട്ട് എനിക്ക് തന്നെ അയച്ചു തരണോ? അവിടെ വെച്ചോട്ടോ മോനെ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കേട്ടില്ലേ? ഇപ്പൊ വലിയ സംഖ്യ മൂപ്പർക്ക് അയച്ചു കൊടുക്കുക. റസീറ്റ് എവിടെയാ കൊടുക്കല്? ആരോടാ കണക്ക് പറയല്? അതിന് കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗലവി കാരണം പറഞ്ഞത്. അങ്ങനെ ആയാലും ഭഗവതി കഴിയുന്നതാണ്. അല്ലേ? കൈകാര്യം ചെയ്യും. ഒക്കെ നിങ്ങളെ ഏർപ്പാടാ. തന്റെ കാര്യം പറഞ്ഞു പോയതായിരിക്കും. എന്നാൽ ഞാൻ ഇനിയൊരു കാര്യം പറയട്ടെ. ഖലീൽ തങ്ങളെ പിടിച്ചിട്ട് ചങ്ങല കെട്ടിട്ട് ഇതോടെ പറഞ്ഞ് ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്നല്ലേ? അപ്പൊ ഇങ്ങനെ പിരിവെടുക്കുന്ന മൗലവിന് എന്താ വേണ്ടത്? ഒരു കയറുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് പുല്ലും വെള്ളം കൊണ്ട് കൊടുക്കണം, അല്ലേ? ഖലീൽ തങ്ങളെ ചങ്ങലക്കാരുണ്ടെങ്കിൽ പുല്ലും വെള്ളം കൊണ്ട് കൊടുക്കണം. ചോദിക്കട്ടെ, എന്തിനീ സമുദായത്തിന്റെ അന്തരീക്ഷം ഈ വേണ്ടാത്തത് പറഞ്ഞിട്ട് ദൂഷിപ്പിക്കണം? എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? കഴിഞ്ഞ വരവിന് മൗലവി എന്താ പറയുള്ളൂ? പേരോട് ഇങ്ങനെ ഇത് ഞാൻ കാണിച്ചതെല്ലാവരെയും കാണിച്ചിട്ട് പിരിവ് ജാസ്തി കിട്ടിയെന്ന് പറയും. ശരിയാണ്, 2 ലക്ഷം കിട്ടുന്ന ഇപ്പൊ 7 ലക്ഷം. ഞാൻ അന്ന് 4 ലക്ഷം, ഇപ്പൊ പിന്നെയും കൂടിയതാ. മൗലവിന്റെ സീറ്റ് പോകുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കൂടുന്നുണ്ട്. മുജാഹിദീങ്ങൾ ധാരാളം നേർച്ചയാക്കുന്നുണ്ട് ഇപ്പോ. ഞാൻ അവർക്കും മനസ്സിലായി എന്തോ ഒരു അത്ഭുതമുണ്ട് മുജാഹിദീൻ. അവർ നേർച്ചയാക്കിയ അനുഭവങ്ങൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. രേഖ നിഷേധിക്കട്ടെ, സൂക്ഷിച്ചിട്ടുണ്ട്. മുജാഹിദീങ്ങൾ നേർച്ചയാക്കി എത്ര? 1-2 ഖത്തറിലെ റഫീഖ് നമ്പറോട് ഞാൻ തരാം. മുജാഹിദായിരുന്നു. റഫീഖിന്റെ സ്നേഹിതന്മാര് 2 രാജിവെച്ച് ശൂന്യായി. നേർച്ചക്ക് ഫലം കിട്ടിയില്ല. ഇവരറിയോ? നിഷേധിക്കാൻ കഴിയോ? ടെലിഫോൺ നമ്പർ തരാം. വെറുതെ പറഞ്ഞല്ല. പിന്നെ ഗൈനക്കോളജിക്കൽ കറാമത്ത് എന്ന് പറഞ്ഞില്ലേ? നേരവാ അബുദാബിയിലെ അബ്ദുൾ റഹീം പുല്ലൂക്കരക്കാരനാ. 22 കൊല്ലായി കല്യാണം കഴിച്ചിട്ട്. 22 കൊല്ലം. ഒരു 6 മാസം മുമ്പ് ഞാൻ എഴുതി കൊടുത്തത്. സിറാജുലേക്ക് നേർച്ചയാക്കിയതാ. റമദാനിൽ ചെന്നപ്പോഴോട് എന്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. മൗലികമാർക്ക് നിശ്ചയം പിടിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹു തല കൊടുക്കുന്ന ഫലത്തിന് ശരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മൗലവി ഇപ്പം വന്നിട്ട് പറഞ്ഞല്ലോ, കഴിഞ്ഞ വരെ വന്നിട്ട് മൗലവി മുസ്ലിയാർ പറയുന്നത് ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് ഗുണാണ്, സിറാജുകൾക്ക് ഗുണാണ്, എന്നാൽ ധാരാളം കിട്ടട്ടെ, അവിടെ ഞാൻ ഒന്നും കൂടി കാണിക്കാണെങ്കിൽ മൗലവി പറയാണ്, ഇപ്പൊ പേരോടിന്റെ കീശയിൽ പൈസ വീണാല് മുസ്ലിയാമാർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പോക്കറ്റ് അടിക്കലാണ്. ആരും ഹുസൈൻ സൽവി പറയാണ്. എന്നിട്ട് ഞാന് മുമ്പൊക്കെ കീശയിൽ പൈസ ഇടാൻ പറഞ്ഞ കീശ നിറഞ്ഞാൽ അത്രയും ഉണ്ടാവും. ഇപ്പൊ ഇവർ ഈ സീഡി എടുക്കാൻ തുടങ്ങിയപ്പോ ധാരാളം നേർച്ച മുജാഹിദീങ്ങൾ അടക്കം നേർച്ചയാക്കാൻ തുടങ്ങി. സുന്നികളെടുത്ത് കൊടുത്തേക്കാ ചെയ്യാം. എഴുത്തില് ഈ പിന്നാണ് ഇതും അങ്ങനെ തന്നെ. സുന്നികളെ കൊണ്ട് എഴുതിച്ചിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യാം. അവര് പോകില്ല. അപ്പോ സുന്നികളെടുത്ത് കൊടുത്തേക്കാ ചെയ്യാം. അങ്ങനെ കീശയിൽ ഇട്ട് തന്നിട്ട് കീശ നിറഞ്ഞു പോകുമ്പോ എടുത്ത് സഞ്ചിയിലിടാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും മുത്തായാലികളെ ഇട്ടു. അവർ സഞ്ചിയിലിടും. അത് മൂപ്പര് കാണിച്ചിട്ട് പറയാം, കണ്ടോ മുസ്ലിയാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വേറൊരു മുജാഹിദ് പോകട്ടടിക്കാണ്.
ആദ്യമേ ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് സാധാരണ സീരിയൽ. ഇപ്പൊ ഞാനത് പറയുന്നില്ല, അതൊന്നും നിങ്ങൾ കേട്ടോളൂ എന്റെ ക്ലിപ്പ്, എന്നാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. എന്നിട്ട് മൂപ്പര് പറയാ, കണ്ടോ പേരോടിനെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോക്കറ്റ് അടിക്കുന്നത് കണ്ടോ. ഒന്ന് വെച്ചുവിട്ടാ പോലെ പോക്കറ്റടി. മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സിറാജുലുദയിൽക്കുള്ളതാണ്, അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മൂല്യന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മൂല്യര് മൂപ്പരെ പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോളുണ്ട്, പറഞ്ഞുതരാം. അതാ നോക്കണേ, പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ